ഹായ്, പുതിയലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി OTT റിലീസ് ചെയ്ത സിനിമ നുണ കുഴി. ഇന്ന് അതിൻ്റെ റിവ്യൂലോട്ടാണ്. നുണ കുഴി ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെള്ളയ്ക്കുള്ള ഒരു പാടുണ്ടല്ലോ, ഒരു കുഴിഞ്ഞ പാട്, കാര്യം പറയുമ്പോഴുള്ളത് അതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതല്ല. അതിനു മുമ്പ് ഈ നുണക്കുഴിയെ പറ്റി ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നുണക്കുഴി, അതായത് ചെള്ളയ്ക്കുള്ളൊരു പാട്, ഈ നുണക്കുഴിയുള്ള പെൺപിള്ളേർ കാണാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അത്രയും നല്ലതൊന്നും അല്ല, അത്രയും സന്തോഷിക്കുകയൊന്നും വേണ്ട, അത്രയും നല്ലതൊന്നും അല്ല, അല്ലെങ്കിൽ വിഷമം വരണ്ട. ഓക്കെ അതിൽ കൂടുതലൊന്നുമില്ല, കൂടുതൽ അഹങ്കാരമൊന്നും വേണ്ട. ഓക്കെ, ഇനി നമുക്ക് നുണക്കുഴിയിലോട്ട് പോവാം. ഡയറക്ടർ ജിത്തു ജോസഫ്. ഈ ജിത്തു ജോസഫിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് ബബിൾ കെയറും ഐ ആം വെയിറ്റിങ്ങും ഉള്ളതിൻ്റെ കൂട്ടാണ് ജിത്തു ജോസഫിൻ്റെ കാര്യം. അതായത് കോർട്ടിലെ ഒരു സീനും കേസന്വേഷണവും ഇല്ലാതെ പുള്ളിയുടെ പടം മുന്നോട്ട് പോകത്തില്ല. അതിപ്പോൾ ഏത് ജോണറിൽപ്പെട്ട പടമാണെങ്കിലും പുള്ളി അതേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അത് പുരാണ സിനിമയാണെങ്കിലും ഒടിച്ച് മടക്കി ഒരു കോടതി സീനും കാണിക്കും, അല്ലെങ്കിൽ ഒരു കേസന്വേഷണവും കാണിക്കും. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റൈറ്റർ ചെയ്തേക്കുന്നത് KR കൃഷ്ണകുമാറാണ്. ഈ തുടക്കം ഒരു പാട്ടാണ് കാണിക്കുന്നത്. അത് പണ്ടത്തെ മാനാർ മത്തായി സ്പീക്കിങ്ങിനകത്തൊരു തുടക്കമുണ്ടല്ലോ, കളിക്കളം എന്ന് പറയുക, അതേപോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. ആ ഒരു പാട്ടാണ്. ആ പാട്ട് റീമേക്കിനാണോ പിടിച്ചേക്കുന്നത്, അതേപോലെ ഒരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ പോയി പിന്നെ കടലിലോട്ട് കിടക്കുവാണ്. ബേസിൽ ജോസഫിനെ കാണിക്കുന്നുണ്ട്. കാസ്റ്റിങ് ബേസിൽ ജോസഫ് ഉണ്ട്, ഗ്രേസ് ആൻ്റണി, ബൈജു, അങ്ങനെ പിന്നെ കുറച്ച് കോമഡി സ്റ്റാർസിലെ കുറച്ച് പേരുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്, നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം ഈ മലയാള സിനിമയിൽ ഒരു ടോക്കിംഗ് ഉണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്ന ടോക്കിംഗ് തന്നെ. കാരണം ഈ സിനിമയിലുള്ള അവരുടെ കുടുംബത്തിലുള്ളവരെ മാത്രമേ അവർ കയറ്റിക്കൊണ്ടുവരാൻ നോക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറേ കോമഡി സ്റ്റാർസിൽ കുറേ കഴിവ് തെളിയിച്ച കുറേ പേര് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അവരത് അർഹതപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളവർ. അത് ഞാൻ വഴിയെ പറയാം. ഒരു കാര്യം കൂടി, ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മൈൻഡ് ഒരു സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പടം കാണാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആട് 2, CID മൂസ, പിന്നെ ദാസനും വിജയൻ്റെ നാടോടിക്കാറ്റ്, പട്ടണ പ്രവേശം, അക്കരെ ആ ഒരു പടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാക്കിയിട്ട് വേണം കാണാൻ. കാരണം എല്ലാവരും മണ്ടന്മാരാണെന്ന് നമ്മളെ തന്നെ ആ ഒരു സിനിമയിലുള്ളവർ തന്നെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം ഈ ഒരു പടം കാണാൻ. അല്ലാതെ നമ്മൾ എല്ലാ ലോജിക്കൊക്കെ നോക്കിയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പടം അത്ര ഏക്കത്തില്ല. എനിക്ക് നമ്മൾ തുടക്കത്തിലെ സീനിൽ തന്നെ ആ ഒരു രീതി അവർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തുടക്കത്തിലൊരു ബേസിൽ ജോസഫിനെ കാണിക്കുന്നത് ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ, ഞാൻ അത്യാവശ്യം എന്നുവെച്ചാൽ വലിയൊരു സ്റ്റോറി ആയിട്ട് അത്യാവശ്യം ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. ഇതിനകത്ത് പിന്നെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒത്തിരി പിന്നോട്ട് നിൽക്കുന്ന പറഞ്ഞാൽ ലെനയുണ്ട് ഇതിനകത്ത്. ബേസിലിൻ്റെ അമ്മയായിട്ട് ലെനയുണ്ട്. അവർ കാരണം അവരുടെ കുറച്ച് സീൻ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി കളഞ്ഞ് ഈ പടം വേറെ പോയിരിക്കുന്നത്. അവരെ എന്തിനാ ഇതിനകത്ത് എടുത്തിട്ടേക്കുന്നത്? അത് ഈ ഞാനാണോ ഈ ലെനയാണോ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് അറിയത്തില്ല. അതായത് ഇനി ലെനയാണോ ഈ ഞാനാണോ ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് അറിയത്തില്ല. അല്ല, ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ മാസങ്ങൾക്ക് മുമ്പും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇതേപോലത്തെ കാര്യങ്ങൾ. അതായത് പണ്ടത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരിപ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ വിഡിത്തം വന്നിരുന്ന് പറയുന്നവരുണ്ട്. അതാണ് അതേപോലെ ഒരു ഇതാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഒരു ഇവരുടെ ലുക്ക്, അതായത് ലെനയുടെ ലുക്കിനകത്ത് കാണുവാണെങ്കിൽ ചിരിച്ച് ചാവും. അത്രയ്ക്കുമുള്ള ഒരു ലുക്കാണ് ലെനയുടെ എന്ന് പറഞ്ഞാൽ. കാരണം ഈ തുണിക്കടയിലെ എൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചേക്കുന്ന സ്റ്റാച്ചു ഉണ്ടല്ലോ, അതേപോലെ ഇവരെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള ലെന എടുത്തുകൊണ്ട് വന്ന് ആ തുണിക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കും. അത് ആ ഒരു ലുക്കാണ്. കാരണം ഈ തുണിക്കടയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന സ്റ്റാച്ചുവിൻ്റെ ലുക്കാണ്. പിന്നെ ഇവരുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നതാണ് ലെനയുടെ ആക്ടിങ്. കാരണം ഇവർ ഒരു 100% ഒരു ക്യാരക്ടറിൻ്റെ 100% പിടിച്ച് ഒരു പാറ്റേൺ പിടിച്ച് പോകാൻ പറഞ്ഞാൽ ഇവർ ഇരട്ടി എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 100% ആണെങ്കിൽ അതൊരു 500% എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇരട്ടി ശമ്പളം മേടിക്കുന്നുണ്ടായിരിക്കും. 500%ഒക്കെ ഇതിട്ടുണ്ട്, ആ എക്സ്പ്രഷൻ ഇട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബോറാക്കിയിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ. പിന്നെ ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് പുള്ളി എപ്പോഴും നടക്കുന്നത്. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല, സിനിമയ്ക്കകത്ത് തന്നെ. പിന്നെ ഒരു എക്സ്പ്രഷൻ സീനുണ്ട്, കണ്ണിങ്ങനെ തെള്ളി വെച്ചുകൊണ്ടിരിക്കുന്നത്, തേങ്ങ എടുത്ത് പൊതിച്ച് വെച്ചങ്ങ് ഇരിക്കും. അതേപോലെ തെല്ലിയൊക്കെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. എന്തിൻ്റെ ആ പരിപാടി, ആ ലെനയെ അതിനകത്ത് നിന്ന് ഒഴിവാക്കി കളഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു ക്യാരക്ടർ, ആ ഒരു അത്രയും ഭാഗം കുറച്ചുകൂടി നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് എല്ലാത്തിൻ്റെയും കൂട്ടല്ലേ, ഓവറാക്കിയിട്ടില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പിൻ്റെ ഒരു കോർട്ട് സീനുണ്ട്, അത് നല്ല രീതിയിൽ പുള്ളി പറയുന്നത് ഓരോ കാര്യമാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ ഗ്രേസ് ആൻ്റണിയുടെ കുറച്ച് സീനുകളുണ്ട്. സീനെന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തൊക്കെ കുറേ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരും. ബൈജു ഉണ്ട് SI ആയിട്ട്. പുള്ളിക്കാരൻ്റെ ഒരു റേഞ്ച് അറിയാമല്ലോ. കാരണം ഒരു കോമഡി പടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യും. അത് പണ്ട് തൊട്ടുള്ള ഒരു
സിനിമയിലാണെങ്കിലും ബൈജു നല്ല രീതിയിൽ സ്കോർ ചെയ്യും. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് നടന്ന 2 കോൺസ്റ്റബിൾമാർ, ഒരാൾ അസീസും ഒന്ന് സെൽവരാജ്. പുള്ളിയുടെ അതായത് സെൽവരാജിൻ്റെ കോമഡി സ്റ്റാർസ് പഴയ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ റേഞ്ച് എന്തുവാണെന്ന് മനസ്സിലാവും. എനിക്ക് നല്ല രീതിയിൽ, കാരണം ഈ കഴിഞ്ഞ സീസൺ ഒരു കാശിനും കൊള്ളാത്ത സീസണാണ്. 2ാമത്തെ സീസണും 3ാമത്തെ സീസണും ഒരു കാശിനും കൊള്ളാത്ത സീസണായിരുന്നു കോമഡി സ്റ്റാർസിൻ്റെ. പക്ഷേ അതിനകത്ത് കുറച്ചെങ്കിലും ഞാൻ ഒരാളുടെ എപ്പിസോഡ് മാത്രം കാണാൻ ഞാൻ അത് കാണുമായിരുന്നു, അതായത് സെൽവരാജിൻ്റെ. നല്ല രീതിയിൽ പുള്ളിയുടെ റേഞ്ച് മനസ്സിലാവും. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരുന്ന എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം അത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വരുമ്പം പറയാം, ഈ സെൽവരാജിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, പിന്നെ ഒരു ആശുപത്രി സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം മറ്റേ കലോറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പൊറോട്ടയുടെ ഒക്കെ കാര്യങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മനോജ് കെ ജയൻ ഉണ്ട്, അൽതാഫ് സലീം ഉണ്ട്, ബിനു പപ്പു ഉണ്ട്. ബിനു പപ്പുവിനെയും മനോജ് കെ ജയനെ ഇതിനകത്ത് ആവശ്യമില്ലെന്ന് തോന്നി. കാരണം അത്യാവശ്യം അവർ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കോമഡി കാണിക്കാൻ നോക്കി, അത് ഏറ്റിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാവരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മനോജ് കെ ജയൻ്റെ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സെൽവരാജിനെ കൊണ്ടുവന്നായിരുന്നു. ആ കോമഡി സ്റ്റാർസിലെ സെൽവരാജിനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നെ എനിക്ക് തോന്നി. പല സ്ഥലത്ത് എന്ന് വെച്ചാൽ എല്ലാം മിക്കവാറുള്ള ഒരു 3-4 സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു സ്റ്റോറി, ആ സ്റ്റോറി എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു 2ാം പാർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറക്കുവാണെങ്കിൽ 2ാം പാർട്ട് ഇറക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുന്ന രീതി കാണിക്കണം. അല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ചവറ് പടത്തിനും ഇതേപോലെ 2ാം പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കങ്ങോട്ട് ഇതിനകത്ത് ആ ഒരു ചെറിയൊരു ലാപ്ടോപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഇത് പോകുന്നത്. അതൊന്ന് നല്ലോണം ഫിനിഷ് ആക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. അല്ലെങ്കിൽ 2ാം പാർട്ട് ഇറക്കണം, അല്ലെങ്കിൽ ഇറക്കാതെ ഇതുപോലെ ഇതിട്ട് കാണിക്കല്. സലീമിൻ്റെ കോമഡി ഒന്നും അത്ര വർക്കായിട്ടില്ല. പക്ഷേ പുള്ളി ഒരു ഇമോഷനായിട്ട് കുറച്ച് ഒരു സീനിൽ പറയുന്നുണ്ട്, അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് വന്ന സിദ്ദിഖിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വന്ന സ്ഥിതിക്ക് ചെറിയ രീതിയിൽ ചില കോമഡികൾ വർക്കായിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ചില സീനുകൾ ഞാൻ നല്ലോണം ചിരിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം എന്ന് വെച്ചാൽ വലിയ സിനിമയല്ല, ഒരു എബോ ആവറേജിന് നിൽക്കുന്ന ഒരു നല്ലോണം ചിരിച്ച് കാണാൻ പറ്റിയ, എന്ന് വെച്ചാൽ ലോജിക്ക് നോക്കിയാൽ ചിരിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് ഈ ഞൊണക്കുഴി തോന്നിയത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിഖില വിമലുണ്ട്. നിഖില വിമൽ മറ്റേ ഇതിന് മുമ്പ് ഇറങ്ങി ഗുരുവായൂർ അമ്പല നടയിലിൻ്റെ കൂട്ട് അതിൻ്റെ ആ ക്യാരക്ടറിനെ എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാൻ തോന്നി. അപ്പോൾ അതേപോലത്തെ ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത്. കാരണം ആരെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുറച്ച് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ പുള്ളി ഇപ്പം പറയാം വാഴ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ ഈ നിഖില വിമൽ അതിനകത്ത് നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പടം കണ്ടില്ല, പക്ഷേ കണ്ടവരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ അവസരം കൊണ്ടുള്ളൊരു റോള് കൊടുക്കണം, അല്ലാതെ ഇതിനകത്ത് വലുതായിട്ടൊന്നും കാണിക്കാനും അവർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടലി ആ ലെനയുടെ കുറച്ച് സീനെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ പടത്തിൽ കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.